ഹായ്, എല്ലാവർക്കും പാൽക്കാരൻ ഡയറീസിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാടമാണിത്. ഞാനും പറയുന്ന കണ്ടൻറ്റുമായിട്ട് ഇപ്പോൾ ഈ സീനറിക്ക് യാതൊരുവിധ ബന്ധമില്ലെങ്കിലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒന്ന് സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടതാ. അപ്പം നമുക്ക് കണ്ടൻറ്റിലേക്ക് പോവാം. ഒരു ഡെയിലി റുട്ടീൻ. ബായിത പാല് കറക്കുന്നുണ്ട്. അതാണ് മോർണിംഗിലെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഞങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഞങ്ങളുടെ അച്ഛൻ ആടിന് ഇല കെട്ടുകയാണ്. ആടിന് ഇല വയ്ക്കുന്നത് ബേസിക്കലി ഞങ്ങളുടെ ഒരു ട്രിക്കാണ്. കൂട്ടിൽ നിന്നിറങ്ങുന്ന ആട് ഇല കാണുന്നു. ഇല കാണുമ്പോൾ തന്നെ ആടുകളെല്ലാം നല്ല കറക്റ്റ് ഓർഡറിൽ തനിയെ തന്നെ അതിനെ കെട്ടുന്ന സ്ഥലത്തേക്ക് എത്തിക്കോളും. അപ്പോൾ ആ ജോലി ചെയ്യുന്ന ആളുടെ ജോലി ഭാരം കുറയുകയും ചെയ്യും. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ് ഞങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഒരു വൈകുന്നേരം വരെ അവർക്ക് കൊടുക്കുന്ന ഇലകളും കഴിച്ച് അവരുടേതായ ഒരു ലോകത്ത് നല്ല ഹാപ്പി ആയിട്ടിരുന്നോളൂ. അച്ഛൻ്റെ അടുത്ത ജോലിയിലേക്ക് പ്രവേശിച്ചു. ആ വെള്ളത്തിലേക്കിട്ടത് ആടിനുള്ള പിണ്ണാക്കാണ്. കോഴികൾക്കും ആടിനുമുള്ള ഫുഡ് പ്രിപ്പറേഷന് തിരക്കിലാണ് അച്ഛൻ. ഇത് കോഴികൾക്കുള്ളൊരു ഫുഡാണ്. തലേ ദിവസത്തെ ചോറും ചോളത്തവിടും കോഴിത്തീറ്റയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ്. ഇതേ സമയം തന്നെ ബായും അവിടെ ഭയങ്കര തിരക്കിലാണ്. അവൻ പശുക്കൾക്കുള്ള ഫുഡ് പ്രിപ്പറേഷനിലാണ്. അച്ഛൻ ഓരോ പാത്രങ്ങളിലായി കോഴികൾക്കുള്ള ഭക്ഷണം കൊടുക്കുകയാണ്. ഓരോ പാത്രങ്ങളായി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ ടീമായി നിന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അച്ഛൻ 2 പാത്രങ്ങളായി ഫുഡ് അവിടെ മാറ്റി വയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അത് ഇടവിട്ട നേരങ്ങളിൽ അവർക്ക് കൊടുക്കാനുള്ള ഫുഡാണ്. ഇങ്ങനെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പം നമ്മുടെ വർക്ക് കൂടുതൽ എളുപ്പമാവും. അതിൻ്റെ കൂടെ തന്നെ താറാവിനുള്ള ഫുഡും അച്ഛൻ അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ ഒറ്റ പാത്രത്തിൽ കൊടുക്കുമ്പോൾ അവരെല്ലാവരും കൂടി ഓടിക്കതച്ച് വന്ന് പിന്നെ വഴക്കായി പ്രശ്നങ്ങളായി. വെറുതെ എന്തിനാണ് നമ്മൾ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? താറാവ് കുട്ടന്മാരെയൊക്കെ പുറത്തിറക്കി. അപ്പം അച്ഛനൊരു മുട്ടയും കിട്ടുന്നുണ്ട്. ഒരു സ്ഥലത്ത് പല സ്റ്റേജിൽ പല പരിപാടികൾ നടക്കുന്ന പോലെ ഇവിടെ മറ്റൊരു സ്റ്റേജിൽ ബായ് പശുവിനുള്ള ഫുഡ് പ്രിപ്പറേഷൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ അവർക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. എന്നാൽ അവരെല്ലാവരും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കട്ടെ അല്ലേ, നമുക്ക് പോയാലോ? അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എന്നാൽ ഓക്കെ, ശരി, ബൈ.